കുമാരന്മാരുടെ ആയുധാഭ്യാസ പ്രദർശനങ്ങൾ നിനച്ചിരിക്കാത്ത നിരവധി സംഭവങ്ങളോടെ അവസാനിച്ചു. കാണികളെല്ലാം പിരിഞ്ഞുപോയി. ആ ദിവസത്തെ ആയുധാഭ്യാസ വിസ്മയക്കാഴ്ചകളുടെ ഓർമ്മകൾ കാണികളുടെ മനസ്സുകളിൽ മായാതെ നിൽക്കുന്നു. അത്ഭുതങ്ങൾ, ആകാശസീമയോളം എത്തിയ അഭ്യാസ പ്രകടനങ്ങൾ. ഒരു ദിവസം ദ്രോണാചാര്യർ രാജകുമാരന്മാരെയെല്ലാം തൻ്റെ അരികിലേക്ക് ക്ഷണിച്ചു വരുത്തി. ദ്രോണാചാര്യർ പറയുന്നു, കുമാരന്മാരെ, നിങ്ങളുടെ വിദ്യാഭ്യാസമെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ആയുധാഭ്യാസ പ്രദർശനവും കഴിഞ്ഞു. മഹത് വ്യക്തികളുടെയും പൗരജനങ്ങളുടെയും മുന്നിൽ നിങ്ങൾ പ്രദർശിപ്പിച്ച അഭ്യാസ പ്രകടനങ്ങൾ ഏറെ മികവ് പുലർത്തി. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഞാൻ പഠിപ്പിച്ച പാഠങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രദർശിപ്പിച്ചു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഗുരു എന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഞാൻ നിങ്ങളെയെല്ലാം ക്ഷണിച്ചു വരുത്തിയത് മറ്റൊരു കാര്യം പറയുവാനാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഗുരുവിന് ഗുരുദക്ഷിണ നൽകുക എന്നൊരു ചടങ്ങുണ്ട്. എനിക്ക് വേണ്ടത് പണമോ മറ്റു പദാർത്ഥങ്ങളോ ഒന്നുമല്ല. പിന്നെന്താണ് ഗുരു ഞങ്ങൾ അങ്ങേക്ക് ഗുരുദക്ഷിണയായി നൽകേണ്ടത്? കുമാരന്മാർ ഒരേ സ്വരത്തിൽ ദ്രോണാചാര്യരോട് ചോദിക്കുന്നു. ദ്രോണർ തുടർന്നു, എനിക്ക് ഗുരുദക്ഷിണയായി നിങ്ങൾ നൽകേണ്ടത് മറ്റൊന്നുമല്ല. പാഞ്ചാല രാജാവായ ദ്രുപദനെ യുദ്ധത്തിൽ ജയിച്ച് ആ ദ്രുപദനെ പിടിച്ചുകെട്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതാണ് നിങ്ങൾ എനിക്ക് നൽകേണ്ട ഗുരുദക്ഷിണ. ഇങ്ങനെയൊരു ഗുരുദക്ഷിണ ആവശ്യപ്പെട്ടതിൽ രാജകുമാരന്മാർക്ക് ഏറെ ആശ്ചര്യം തോന്നി. പക്ഷേ ഗുരു എന്ത് ഗുരുദക്ഷിണ ചോദിച്ചാലും അത് നൽകുക എന്നതാണ് ശിഷ്യരുടെ ധർമ്മം. ഗുരുവിൻ്റെ ഈ വാക്കുകൾ കേട്ട ശിഷ്യർ ആയുധങ്ങളുമേന്തി പുറപ്പെടുവാൻ തയ്യാറെടുത്തു. ആദ്യം പാഞ്ചാല രാജ്യത്തേക്ക് പോയത് ദുര്യോധനൻ, കർണൻ തുടങ്ങിയവരായിരുന്നു. കൗരവന്മാരെല്ലാം സൈന്യസമേതം ദ്രുപദ രാജധാനി വളയുന്നു. തുടർന്ന് അതിഭീകരമായ യുദ്ധം അവിടെ ആരംഭിക്കുകയായി. ദ്രുപദ രാജാവിനെ കീഴ്പ്പെടുത്തുക എളുപ്പമായിരുന്നില്ല. ദ്രുപദന്റെ യുദ്ധസാമർഥ്യം കണ്ട് കൗരവർ അത്ഭുതപ്പെട്ടു. കൗരവ സൈന്യത്തിലെ നായകന്മാരെല്ലാം വീറോടെ പൊരുതിയെങ്കിലും ദ്രുപദനോട് എതിർത്തു നിൽക്കുവാൻ സാധിക്കാതെ അവരെല്ലാം പിൻവാങ്ങി. പരാജയം സമ്മതിച്ച് കൗരവർ മടങ്ങി ദ്രോണാചാര്യരുടെ അരികിലെത്തുന്നു. ദ്രോണർ പറഞ്ഞു, ശരി, വിജയം നേടിയില്ലെങ്കിലും നിങ്ങൾ വാശിയോടെ പൊരുതി നിന്നുവല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. ഇനി ആരൊക്കെയാണ് എൻ്റെ ആഗ്രഹം നിറവേറ്റിത്തരുവാൻ പാഞ്ചാല രാജ്യത്തേക്ക് യാത്ര തിരിക്കുന്നത്? പറഞ്ഞാലും. ദ്രോണാചാര്യരുടെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ മുന്നോട്ട് വന്നു. ദ്രോണാചാര്യരുടെ മുഖം തെളിഞ്ഞു. ഭീമസേനനും നകുല സഹദേവന്മാരും ചെറിയൊരു സൈന്യവും അർജുനൻ്റെ ഒപ്പം പോകുവാൻ തയ്യാറായി. ദ്രോണാചാര്യർ ചിന്തിക്കുന്നു, എൻ്റെ പ്രിയ ശിഷ്യൻ ഞാൻ ആഗ്രഹിച്ച ദൗത്യം നിറവേറ്റുക തന്നെ ചെയ്യും. അർജുനൻ്റെ നിശ്ചയദാർഢ്യം സ്ഫുരിക്കുന്ന മുഖം തന്നെ അതിന് തെളിവ്. അർജുനൻ ദ്രോണാചാര്യരുടെ പാദം തൊട്ട് അനുഗ്രഹം വാങ്ങി. യുദ്ധത്തിൽ വിജയിച്ചു വരൂ അർജുന. ദ്രോണാചാര്യർ തൻ്റെ പ്രിയ ശിഷ്യൻ അർജുനനെ ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിക്കുന്നു. അർജുനനും സംഘവും പാഞ്ചാല ദേശത്തെത്തി. ദ്രുപദന്റെ സൈന്യം അർജുനന്റെ സൈന്യത്തിനു നേരെ ആർത്തിരമ്പി വന്നു. ഭീമസേനൻ പാഞ്ചാല സൈന്യത്തിലേക്ക് മദമിളകിയ ആനയെപ്പോലെ കടന്നുകയറി. തൻ്റെ ഗദാപ്രയോഗത്തിൽ ആനകളും കുതിരകളുമെല്ലാം തെറിച്ചു വീഴുന്നു. ഈ ഭീകര രംഗങ്ങൾ കണ്ട് എല്ലാവരും ഭയപ്പെട്ട് അലറി വിളിച്ചുപോയി. ഭീമസേനന്റെ ആ കരുത്ത് പാഞ്ചാല സൈന്യം നന്നായി തിരിച്ചറിയുകയായിരുന്നു. ഭീമന്റെ ഗദാപ്രയോഗത്തിന് മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കുവാൻ പാഞ്ചാല സൈന്യത്തിന് കഴിയുന്നില്ല. യുദ്ധത്തിൽ ഭീമന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പാഞ്ചാല സൈന്യത്തെ മിക്കവാറും നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അർജുനനതാ ദ്രുപദനോട് നേരിട്ട് ഏറ്റുമുട്ടുന്നു. അർജുനന്റെ അസ്ത്രപ്രയോഗ വൈഭവം ശത്രുക്കളിൽ പോലും ആശ്ചര്യമുളവാക്കുന്നു. എങ്കിലും ദ്രുപദൻ വാശിയോടെ തന്നെ അർജുനനോട് ഏറ്റുമുട്ടി. അതിശക്തമായ പോരാട്ടം തന്നെ അർജുനനും ദ്രുപദനും തമ്മിൽ നടക്കുന്നു. ആരാണ് വിജയം നേടുക എന്ന് പറയുവാൻ കഴിയാത്ത വിധത്തിലുള്ള പോരാട്ടം. ഒടുവിൽ അർജുനൻ പാഞ്ചാല രാജാവിൻ്റെ സാരഥിയെയും കുതിരകളെയും ഒക്കെ നശിപ്പിച്ചതിനു ശേഷം ദ്രുപദന്റെ തേരിലേക്ക് അർജുനൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ചാടിക്കയറി. ക്ഷണനേരം കൊണ്ട് ദ്രുപദനെ അർജുനൻ ബന്ധിക്കുക തന്നെ ചെയ്തു. തങ്ങളുടെ രാജാവ് ബന്ധനസ്ഥനായി എന്ന് കണ്ടപ്പോൾ ദ്രുപദ സൈന്യം പിന്തിരിഞ്ഞോടി. യുദ്ധം അവസാനിച്ചു. ഒടുവിൽ കയർ കൊണ്ട് ബന്ധിച്ച ദ്രുപദ രാജാവിനെ അർജുനൻ തൻ്റെ ഗുരു ദ്രോണാചാര്യരുടെ മുന്നിൽ ഗുരുദക്ഷിണയായി കാഴ്ചവെക്കുകയും ചെയ്യുന്നു. അപമാനിതനായി തല താഴ്ത്തി നിൽക്കുന്നു ദ്രുപദ രാജാവ്. ദ്രുപദനെ നോക്കിക്കൊണ്ട് ദ്രോണർ ഇപ്രകാരം പറഞ്ഞു, ഹേ ദ്രുപദ, നമ്മൾ പണ്ട് സുഹൃത്തുക്കളായിരുന്നു എന്നത് മറന്നുകൊണ്ട് നിന്റെ കൊട്ടാരത്തിലെത്തിയ എന്നെ നീ അപമാനിച്ചു വിട്ടു. നീ അന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. രാജാവും ഒരു ദരിദ്രനും തമ്മിൽ എങ്ങനെ ആത്മസൗഹൃദമുണ്ടാകും? അന്ന് നീ ചോദിച്ച ആ ചോദ്യം ഓർക്കുന്നുണ്ടോ ദ്രുപദ? ദ്രുപദൻ മറുപടിയൊന്നും പറയാതെ ശിരസ്സു താഴ്ത്തി നിൽക്കുന്നു. ദ്രോണർ തുടർന്നു, നിന്നോട് പകരം വീട്ടുവാൻ തന്നെയാണ് എൻ്റെ ശിഷ്യരെ കൊണ്ട് നിന്റെ രാജ്യം പിടിച്ചടക്കിയതും നിന്നെ പിടിച്ചുകെട്ടി എൻ്റെ പ്രിയ ശിഷ്യൻ അർജുനൻ ഇവിടെ എത്തിച്ചതും. ഇപ്പോൾ നിനക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ നിന്റെ രാജ്യം മുഴുവൻ എനിക്ക് സ്വന്തമാണ്.
ഞാൻ ധനികനും നീ ദരിദ്രനുമാണ്. ധനികനും ദരിദ്രനും തമ്മിൽ സഖ്യമില്ലെന്ന് അന്ന് നീ പറഞ്ഞു. എന്നാൽ ദ്രുപദ, ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഗുരുവിൻ്റെ ആശ്രമത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് പഠിക്കുകയും കളിച്ചു നടക്കുകയുമൊക്കെ ചെയ്ത ആ നല്ല കാലം ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു ദ്രുപദ. പക്ഷേ ഇപ്പോൾ രാജ്യമെല്ലാം നഷ്ടപ്പെട്ട് ദരിദ്രനായി മാറിയ അങ്ങയെ സുഹൃത്താക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. ചെറുപുഞ്ചിരിയോടെ ദ്രോണർ ദ്രുപദനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി. ഒന്നുകൂടി അങ്ങയോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ശിഷ്യർ പിടിച്ചെടുത്ത് എനിക്ക് നൽകിയ അങ്ങയുടെ ഈ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിൻ്റെ പകുതി അങ്ങയ്ക്ക് ഞാൻ മടക്കി നൽകുന്നു. പശ്ചാത്താപ വിവശനായ ദ്രുപദൻ മറുപടിയൊന്നും പറയാതെ നിശ്ചലം നിന്നു. അങ്ങനെ ദ്രോണർ നൽകിയ പാതി രാജ്യം സ്വീകരിച്ച് ദ്രുപദൻ മടങ്ങി. ദ്രുപദൻ തന്നോട് കാണിച്ച അനാദരവിന് തക്ക നിലയിൽ ശിക്ഷ നൽകി അവസാനം അഭയം നൽകി മടക്കി അയച്ചതിൽ ദ്രോണാചാര്യരും സന്തുഷ്ടനായി.